പോക്കോക്ക് ഒരു അപ്ഡേറ്റ് വന്നു. മെല്ലെ മെല്ലെ ഈ ഡിവൈസിന്റെ ഓരോരോ പാർട്സ് ആയിട്ട് അടിച്ചു പോയി തുടങ്ങി. ആദ്യം സ്പീക്കർ പോയി, പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി പോയി, അങ്ങനെ എല്ലാ പാർട്സും മെല്ലെ മെല്ലെ അടിച്ചു പോയി തുടങ്ങി. ആൻഡ് ഫൈനലി പെട്ടെന്നൊരു ദിവസം ഫോൺ വാസ് ഡെഡ്. യോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ വീഡിയോയുടെ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഡെഡ് പോക്കോ X3 നമ്മൾ റിപ്പയർ ചെയ്യാൻ പോവാണ്. അറൗണ്ട് 1 ഇയറിന് മുകളിലായി ഈ ഫോൺ ഡെഡ് ആയിട്ട്. ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഈ വീഡിയോയിൽ നോക്കാം ഗൈസ്. അപ്പോൾ ഈ പോക്കോന്റെ വാറന്റി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ സൈഡിൽ മാറ്റി വെച്ചേക്കായിരുന്നു. എനിക്ക് തോന്നി എന്തായാലും ഇതിന് ശരിയാക്കാൻ പറ്റില്ല, ഈ ഫോൺ പോയി മറന്നേക്ക് എന്ന് വിചാരിച്ച സൈഡിലോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പൊ ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടു. സോ ആ അഡ്വർടൈസ്മെന്റിൽ പറയണത് വെച്ചാൽ അവർ അതിന്റെ ഇതിന്റെ CPU ആണ് അടിച്ചു പോയത്. അപ്പൊ ആ CPU അവർ റിപ്പയർ ചെയ്ത് ശരിയാക്കി തരുന്ന പറയണത്. സോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരും ഒന്നില്ലെങ്കിൽ ഒരു പോക്കോ യൂസർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എറണാകുളത്താണ്. ഇവിടെ എറണാകുളത്ത് അടുത്ത് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, സെറ്റിംഗ് സർവീസ് സെന്റർ. ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആഡ് കണ്ടപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. ബിക്കോസ് എന്തായാലും ഈ ഫോൺ ഡെഡ് ആയിരിക്കാണ്, ഉപയോഗമില്ലാണ്ട് സൈഡിൽ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാം. കമോൺ. ആൻഡ് ഗൈസ്, സോ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോവാം. ഇത് മറൈൻ ഡ്രൈവ് ആ ഒരു ഭാഗത്താണ്, നമ്മുടെ മേനക ആ ഭാഗത്താണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. യോ ബഡി, ഹായ് കൊടുക്ക്. ഫോൺ വഴിക്ക് നമുക്ക് ഒരാളെ കിട്ടി. ചാർജറൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ എപ്പോഴാ ചാവ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് തന്നെ. അങ്ങനെ ഗൈസ്, നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഐ മീൻ എത്താറായിട്ടുണ്ട്. ഇത് സ്ഥലം എവിടെ പറഞ്ഞെടുത്തേ? ഏതാ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് പള്ളിമുക്ക്. അവിടെ സെറ്റിംഗ്സ് സർവീസ് ഉണ്ട്, എറണാകുളം എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ മാപ്സിൽ, അപ്പൊ കിട്ടും. അല്ലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഒന്നുകൂടി പറയാം, ഈ വീഡിയോ ഒരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ആഡ് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ചെന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊരു വ്ളോഗ് ആയിട്ടാന്ന് വെച്ച്. ഇതാണ് കട, സെറ്റിംഗ്സ് ദ ഫൈനൽ വേൾഡ് മൊബൈൽ സർവീസ്. ഈ കടയാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പള്ളിമുക്ക്. ഓക്കെ ഗൈസ്, ഇതാണ് കട. അങ്ങനെ ഗൈസ്, ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഡെഡായ അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി CPU ഡെഡ് ആയതാണെന്ന്. എന്നാൽ അവർ ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടി അവർ ഉള്ളിൽ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ. ഫോൺ റിപ്പയറിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അവർ ഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളിൽ കൊണ്ടുപോയി. ഒരു 2 മണിക്കൂർ ടൈം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഗൈസ്, ഫോൺ കൈ കിട്ടി. കുറെ നാൾക്ക് ശേഷം ഫോൺ കിട്ടിയത് കൊണ്ട് തന്നെ പാസ്വേഡ് എന്താണെന്ന് തന്നെ മറന്നുപോയി. അങ്ങനെ കുറച്ചു നേരം ട്രൈ ചെയ്തപ്പോൾ തന്നെ പഴയ പാസ്വേഡ് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ക്യാമറ എല്ലാം വർക്കിംഗ് അല്ലേ നോക്കി. കാരണം ഈ ഫോൺ അടിച്ചുകൊണ്ടതിന് മുമ്പ് വൈഡ് ആംഗിൾ ക്യാമറ പോയിരുന്നു. അതുപോലെ തന്നെ ഓരോരോ പാർട്സ് ആയിട്ട് അടിച്ചു പോയിട്ടാണ് ഈ ഫോൺ ടോട്ടൽ അടിച്ചു പോയത്. അതുകൊണ്ട് ഞാൻ സെൽഫി ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ എല്ലാം നോക്കി. അതുപോലെ തന്നെ ഇതിന്റെ പോയ ഡാറ്റാസ് ഒക്കെ തിരിച്ചു കിട്ടിട്ടോ. ഇപ്പൊ എന്റെ കയ്യിലുള്ള പോക്കോ X3 പോലെ തന്നെ ഇവര് മറ്റെല്ലാ ഫോണുകളും റിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ റിപ്പയർഡ് ഫോണും കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ കിട്ടു. അങ്ങനെ ഗൈസ്, നമ്മുടെ പോക്കോ X3 ഫൈനലി റിപ്പയർ ചെയ്തിട്ട് ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുള്ള പോക്കോ സ്മാർട്ട് ഫോൺ ദാനിടെ നോക്കി, ഇറ്റ്സ് അലൈവ്. 1.5 വർഷം, അറൗണ്ട് 2 വർഷമായിട്ടില്ല, എന്നാൽ 1.5 വർഷത്തോളം ഈ സ്മാർട്ട് ഫോൺ കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പോക്കോ സ്മാർട്ട് ഫോണിന്റെ കുറെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ വീഡിയോസ് ഒക്കെ പൊതുവെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു, ഈ ഫോൺ ഡെഡ് ആവണ വരെ. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത പിന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ ഡെഡ് ആയത്. ആ അപ്ഡേറ്റിൽ ഈ ഫോൺ ഡെഡ് ആയതിനു ശേഷം ഞാൻ അങ്ങനത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ വീഡിയോസ് ചെയ്തിട്ടില്ല ഈ ചാനലിൽ. അപ്പൊ എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അവര് സ്മാർട്ട് ഫോൺസ് ഒക്കെ ഡെഡ് ആയി. സോ അവരെന്താണ് ഇനി ചെയ്യുക? അപ്പൊ ഞാൻ കഴിഞ്ഞ പോക്കോ X3, പോക്കോ M4 Pro 5G, പോക്കോ X4 Pro, അങ്ങനെ പോക്കോന്റെ കുറച്ച് സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ വീഡിയോയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായി, അൺബോക്സിംഗ് ഉണ്ടായി, റിവ്യൂ ഉണ്ടായി, എല്ലാം ഉണ്ടായി. സോ അതുകൊണ്ട് തന്നെ പോക്കോ യൂസേഴ്സ് അല്ലെങ്കിൽ റെഡ്മി, ഷവോമി യൂസേഴ്സ് ഒക്കെ കൂടുതലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സോ എന്നോട് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ച സംഭവമാണ്, ബ്രോ എന്റെ പോക്കോ സ്മാർട്ട് ഫോൺ ഡെഡായി, പോക്കോ X3 ഡെഡായി, അത് ഓൺ ആവുന്നില്ല, സോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേര് സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു സ്മാർട്ട് ഫോൺ മേടിച്ചതിന്റെ 60%, അങ്ങനെ ചില 18,000 രൂപയുടെ ഈ സ്മാർട്ട് ഫോൺ
അറൗണ്ട് 9,000 സംതിങ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാലേ ബോർഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാകെ പെട്ട് കിടക്കുകയായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ കമന്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചു ഇനി എന്താണ് ബ്രോ ചെയ്യേണ്ടത്. കാരണം ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയാണ്. പക്ഷേ കമ്പനി ആകെ വാറന്റി ഉള്ള സ്മാർട്ട് ഫോൺസ് അതിന് മാത്രമേ ഒരു റീപ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വാറന്റി കഴിഞ്ഞിട്ട് അപ്ഡേറ്റിൽ ഡെഡ് ആയി പോയിട്ടുള്ള സ്മാർട്ട് ഫോൺ യൂസേഴ്സ് എന്താ ചെയ്യുക? അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഡെഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കൽ നോർമൽ ഷോപ്സിലൊന്നും കൊണ്ട് കൊടുക്കല്ലേ, മറ്റൊന്നല്ല. ഇപ്പൊ അവര് ആദ്യം ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ അവർ പറയും ഐസിക്കാണ് കംപ്ലൈന്റ്, ഈ ഷോപ്പിൽ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവരെങ്ങനെയാണ് തുറന്നത് അതുപോലെ തന്നെ പശ വെച്ചിട്ട് നമ്മളെ തിരിച്ചു തരും. അല്ലെങ്കിൽ മറ്റ് പോക്കോ സർവീസ് സെന്ററിലൊക്കെ കൊണ്ട് ശരിയാക്കാൻ പറയും. അവസാനം നമ്മൾ സർവീസ് സെന്ററിലോട്ട് അയക്കും. ചിലപ്പോൾ സർവീസ് സെന്റർ അവർ പറയും 9,000 സംതിങ് റുപ്പീസ് തന്നാലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ചില ഐസ് റീബോൾ ചെയ്യണ ചില പരിപാടിയുള്ള ചില കടകളുണ്ട്, അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ഈ സ്മാർട്ട് ഫോൺ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചില ഷോപ്സിന്റെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾ 9,000 റുപ്പീസ് മുടക്കി ഒരു മാത്രം ബോർഡ് ശരിയാക്കുന്നതിന് പകരം ഒരു 2,000 റുപ്പീസിനുള്ളിൽ ചിലപ്പോൾ ശരിയായി കിട്ടിയേക്കാം. ഇപ്പൊ നോർമൽ ഷോപ്പുകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മദർ ബോർഡ് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വരാൻ കാരണം. പക്ഷെ നേരെ മറിച്ച് ഞാനിപ്പോ കൊണ്ട് കൊടുത്തിട്ടുള്ള ഈ കടയിലൊക്കെ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ പ്രോസസർ ഐസി ഇല്ലേ, അത് റീബോൾ ചെയ്തിട്ട് വേറെ ഐസി മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മീ പ്രിജിം.